ഹലോ കൂട്ടുകാരെ, സ്റ്റോറി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാട്ടത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നീതി ചോദിക്കുന്നുണ്ട് സുധീഷിനോട്, അവരെന്തിനാ ഇനി ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്, അത് ശരിയാ, എന്നെ എങ്ങനെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്യോ? വണ്ടി കയറ്റി കൊല്ലണോ അതോ ചോറിൽ വിഷം കലർത്തി കൊല്ലണോ എന്നായിരിക്കും അവരുടെ ചർച്ച. അപ്പം നിധി പറയുന്നുണ്ട്, അവരെന്തായാലും ഇന്നിനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല, ഏതായാലും 4-5 ദിവസം ബാക്കിയുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് നിധി ഡോറ് കുറ്റിയിടുന്നുണ്ട് കേട്ടോ. സുധീഷിനാണെങ്കിൽ തണുത്തിട്ട് നിൽക്കാൻ വയ്യ. അപ്പം നിധിയോട് ചോദിക്കുന്നുണ്ട്, അതെ നല്ല തണുപ്പ്, പുതയ്ക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അത് കേട്ടതും നിധി പറയുന്നുണ്ട്, പിന്നെന്താ തരാലോ. അങ്ങനെ പറഞ്ഞ് അളമാരിയിൽ നിന്ന് ഒരു പുതപ്പെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സുധീഷിന്. എന്നിട്ട് പറയുന്നുണ്ട്, സുധീഷ് വേണമെങ്കിൽ കട്ടിൽ കിടന്നോളൂ, ഞാൻ താഴെ കിടന്നോളാം. അപ്പം സുധീഷ് പറയുന്നുണ്ട്, അയ്യോ വേണ്ട, നിധി കട്ടിൽ കിടന്നോളൂ, ഞാൻ ഈ തറയിൽ. അങ്ങനെ പറയുമ്പോഴേക്കും നിധി പറയുന്നുണ്ട്, അത് ശരിയാ, പക്ഷെ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഉള്ളൂ ഈ തറ സ്വഭാവം. അങ്ങനെ നിധി കട്ടിലും സുധീഷ് തറയിലും കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഉറങ്ങിയോ? അപ്പം നിധി പറയുന്നുണ്ട്, ഇപ്പോൾ വന്ന് കിടന്നല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അല്ല, നമ്മളുടെ വീട്ടിൽ തൻ്റെ റൂമിൻ്റെ വാതിക്ക് പോലും ഞാൻ വന്നു നിന്നാ, അയ്യോ സുഭാഷേട്ടാ ദേ സുധീഷ് വന്ന് നിൽക്കുന്നേന്ന് പറഞ്ഞു ഓളിടുന്ന ആളല്ലേ താൻ. പക്ഷെ അതേ ആള് ഇപ്പോൾ ഒരേ റൂമിൽ കിടക്കുമ്പോൾ പേടിയൊന്നും തോന്നുന്നില്ലേ? അപ്പം നിധി പറയുന്നുണ്ട്, അതെ, ഇതെൻ്റെ വീടാ, ഇവിടെ എൻ്റെ അച്ഛനും ആങ്ങളെയും അമ്മയും ഏട്ടത്തിയും ഒക്കെ ഉണ്ട്. ഞാനൊരു വിളി വിളിച്ചാൽ അവരൊക്കെ ഇവിടെ ഓടിയെത്തും. അപ്പോൾ സുധീഷിനാണെങ്കിൽ ഭയങ്കര ചിരി, താൻ എന്തു പറഞ്ഞാൽ അവർ വിളിച്ചു വരുത്തുക? എൻ്റെ ഭർത്താവ് എന്നെ കയറി പിടിക്കാൻ വന്നുവെന്നോ? അപ്പം നിധി പറയുന്നുണ്ട്, അങ്ങനെയല്ല നിലവിളിക്കുക, എന്നെ കൊല്ലുന്നേന്ന് പറഞ്ഞാൽ ഓളിയിടും. അപ്പോൾ അവർ വന്ന് വാതിൽ ചവിട്ടി പൊളിക്കും. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക് കൂടിയപ്പോൾ സുധീഷ് എൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വന്നു എന്ന് പറയും. അതുകൊണ്ടേ കൂടുതൽ ആലോചിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ് നിധി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്നാലും ഒരു പ്രശ്നം ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് എന്നെ തല്ലിക്കൊല്ലാൻ ഒരവസരം കിട്ടി. മാത്രമല്ല തന്നെ പിടിച്ച് ആ കങ്കാരുവിന് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് കേട്ടതും നിധിക്ക് ദേഷ്യം വന്നു കേട്ടോ. നീ പോട കുരങ്ങാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ സുധീഷിനെ. ഏതായാലും എനിക്ക് തന്നെ പഴയ പോലെ പേടിയില്ലാന്ന് പറയുന്നുണ്ട് നിധി. അത് കേട്ടതും സുധീഷിന് ഭയങ്കര സന്തോഷമായിട്ടോ. കുറച്ച് കഴിയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണോ? ഇവിടെ കുപ്പിയിലുണ്ടല്ലോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. ഇനി നേരം വെളുക്കുന്നവരെ എനിക്ക് ഒരാവശ്യം വരില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനും ചേട്ടനും സുധീഷിനോടുള്ള ദേഷ്യം മാറിയത് ശ്രദ്ധിച്ചില്ലേന്ന്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, പിന്നെ പിന്നെ ഇപ്പം അതൊക്കെ മാറി, സ്നേഹം, ദയ, കരുണ ഇതൊക്കെയാണ് അവർക്ക് എന്നോട്. ഈ ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറയുന്നത് ഇതല്ലേ? അപ്പം നിധി പറയുന്നുണ്ട്, അങ്ങനെ അങ്ങോട്ട് പരിഹസിക്കണ്ട, അത്ര ഓവറായിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിലും ഇപ്പം ദേഷ്യമൊന്നും ഇല്ലല്ലോ. അപ്പം സുധീഷ് പറയുന്നുണ്ട്, ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അപ്പം നിധി പറയുന്നുണ്ട്, അല്ലെങ്കിലും സുധീഷിന് കുറ്റം പറയാൻ ഭയങ്കര ഉത്സാഹം. അപ്പം സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ ഉറങ്ങാൻ ഉദ്ദേശമൊന്നുമില്ലേ, കുറേ നേരം ആയല്ലോ. അപ്പം നിധി പറയുന്നുണ്ട്, കുറേ നാൾ കൂടി എൻ്റെ റൂമിലെത്തിയതല്ലേ, ഒരുപാട് ഓർമ്മകളുണ്ട്, ഇതായിരുന്നു എൻ്റെ ലോകം. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഈ റൂമും സൗകര്യങ്ങളും കണ്ടപ്പോഴാണ് നിധി എത്രമാത്രം ഞങ്ങളുടെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെയും നിധിയുടെ റൂമിലൊരു AC ഫിറ്റ് ചെയ്യാം, പിന്നെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, സുധീഷേ ആദ്യം സുഭാഷേട്ടനെ എല്ലാ ഭാരവും ഒരുമിച്ച് വലിപ്പിക്കാതെ ഒന്ന് സപ്പോർട്ടേ, എന്നിട്ട് മതി AC സൗകര്യങ്ങളൊക്കെ. അങ്ങനെ പറഞ്ഞ് നിധി കിടന്നു കേട്ടോ. പിന്നെ കാണിക്കുന്നത് കിളിക്കൂടാണ്. ഹരീഷാണെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ് കേട്ടോ. അങ്ങനെ സുഭാഷ് വന്ന് ഹരീഷിൻ്റെ അടുത്ത് പായ വിരിച്ച് കിടക്കാനുള്ള സെറ്റപ്പ് ചെയ്യാണ് കേട്ടോ. നോക്കുമ്പോൾ നികേഷ് പുറത്തിരുന്ന് പഠിക്കുക. നികേഷിനെ കിടക്കാൻ വിളിക്കുന്നുണ്ട് സുഭാഷ്. അപ്പോൾ പരീക്ഷയാന്ന് പറയുന്നുണ്ട് കേട്ടോ നികേഷ്. അങ്ങനെ സുഭാഷും ഹരീഷിൻ്റെ അടുത്ത് കിടന്നു. ആ സമയത്താണ് കേട്ടോ ഭാസ്കരൻ കയറി വരുന്നത്. ഭാസ്കരൻ വന്നതും എന്നത്തെയും പോലെ പാട്ടൊക്കെ വെച്ചിരിക്കാൻ തുടങ്ങി. അത് കേട്ടിട്ട് നികേഷിനാണെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നികേഷ് തന്നെ എഴുന്നേറ്റ് വന്ന് ആ പാട്ട് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഭാസ്കരനാണെങ്കിൽ കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ ആള് പാർസലൊക്കെ തുറന്ന് ഫുഡ് കഴിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നികേഷിനോട് പറയുന്നുണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസാ വേണോ നിനക്ക്? നികേഷ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഓ അല്ലേലും എനിക്കറിയാം, നിനക്കൊക്കെ നിൻ്റെ ചേട്ടൻ വെച്ചുണ്ടാക്കുന്നതല്ലേ കേമം, വേണമെങ്കിൽ വന്ന് കുറച്ചെടുത്ത് കഴിച്ചോ. നികേഷ് ആണെങ്കിൽ അത് കേട്ട ഭാവം നടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഭാസ്കരൻ കഴിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് അത് സിരസേ കയറും. അങ്ങനെ ചുമയ്ക്കാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ നികേഷിനോട് കുറച്ച് വെള്ളം ചോദിക്കുന്നുണ്ട്. നികേഷ് പോയിട്ട് മുന്തയിൽ വെള്ളം എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഭാസ്കരൻ കൈ നീട്ടുമ്പോൾ കയ്യിൽ കൊടുക്കുന്നില്ല കേട്ടോ, താഴെ നിലത്താണ് വെക്കുന്നത്.
അങ്ങനെ ഭാസ്കരൻ ആ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരിത്തിരി വെള്ളം എടുത്തു കൊണ്ടുവരാൻ ഇത്ര നേരം വേണോടാ? അതും ഞാൻ കെഞ്ചിയിട്ട് വേണോ കൊണ്ടുവരാനായിട്ട്? നിങ്ങളൊക്കെ വിശ്വസിച്ച് എങ്ങനെയാടാ അവിടെ കിടക്കുന്നത്? ഉറക്കത്തിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലാനും നിങ്ങളൊന്നും മടിക്കില്ലല്ലോ. ഇപ്പം തന്നെ ഞാൻ ചത്തേനെ. നികേഷിനാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നാലും തിരിച്ചൊന്നും പറയുന്നില്ല. അപ്പോഴാണ് കേട്ടോ നികേഷിന് അമ്മയുടെ കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ ഭാസ്കറിൻ്റെ അടുത്ത് വന്നിട്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ ഇപ്പോൾ എവിടെയുണ്ട്? മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ? സുഭാഷേട്ടൻ്റെ അമ്മ മരിച്ചെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റി? ഇപ്പം എവിടെയുള്ളത്? ഭാസ്കരനാണെങ്കിൽ ഇതൊന്നും കേൾക്കാത്ത പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നികേഷാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മയെ പറ്റി ഞാൻ അറിയണ്ടേ? അപ്പം ഭാസ്കരൻ പറയുന്നുണ്ട്, അറിയണ്ട, എനിക്ക് പറയാൻ സൗകര്യമില്ല. അപ്പം നികേഷ് പറയുന്നുണ്ട്, നിങ്ങളൊരു മനുഷ്യനാണോ? ഇത് കേൾക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, ഇതന്നെയല്ലേ ഞാൻ എന്നും കേൾക്കുന്നേ. മനുഷ്യനല്ലെന്ന് മനസ്സിലായല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നേ? അങ്ങനെ ദേഷ്യം വന്ന് നികേഷ് പോകട്ടോ. പിന്നെ കാണിക്കുന്നത് നീതുവിനെയാണ് കേട്ടോ. നീതു അങ്ങനെ ഹരീഷിനൊരു ടെക്സ്റ്റ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഹരീഷിന് അത് കണ്ടതും ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഓരോന്ന് ടൈപ്പ് ചെയ്യും, അതങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്യും. ഇതൊക്കെ നികേഷ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരീഷിൻ്റെ അടുത്ത് വന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ പരിപാടി? കുറേ നേരം ആയല്ലോ, ടൈപ്പ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്നു. ആർക്കാ എത്ര ധൃതിപ്പെട്ട് ടൈപ്പ് ചെയ്യുന്നത്? അപ്പം ഹരീഷ് പറയൂ കേട്ടോ, അതൊന്നുമില്ല, അതൊരു ഫ്രണ്ടിനാടാ, ഒരു മോഡൽ അയച്ചു കൊടുത്തതാ വണ്ടിയുടെ. അപ്പോഴേക്കും സുഭാഷ് വരൂ കേട്ടോ. സുഭാഷിനെ കണ്ടതും നികേഷ് പറയുന്നുണ്ട്, ഹരീഷേട്ടൻ ഈയിടെ ഏത് സമയം ഫോണിലാ, പക്ഷേ ആരോടെ സംസാരിക്കണേന്ന് മാത്രം അറിയുന്നില്ല. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, അതൊന്നുമില്ല ഏട്ടാ, അതൊരു കസ്റ്റമറാ. അങ്ങനെ മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ ഒന്നും ഇല്ലാതായപ്പോൾ നീതു ഹരീഷിനെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. സുഭാഷിൻ്റെയും നികേഷിൻ്റെയും മുമ്പിൽ വെച്ചിട്ട് നീതുവിൻ്റെ കോള് വന്നപ്പോൾ ഹരീഷ് ആകെ പെട്ട പോലെയായി. അങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നീതു പറയുന്നുണ്ട്, കുറേ നേരം ഞാൻ നോക്കിയിരിക്കുന്നു, ടൈപ്പ് ചെയ്യുന്നതല്ലാതെ ഇങ്ങോട്ടൊന്നും എത്തുന്നില്ലല്ലോ. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ ഗുഡ് മോർണിംഗ് ടൈപ്പ് ചെയ്യായിരുന്നു, പക്ഷേ അതിൻ്റെ കൂടെ എന്താ ഇടണ്ടേന്ന് അറിയുന്നില്ല. അപ്പം നീതു കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഒരു ലിവർ ഇടായിരുന്നില്ലേ? അപ്പം ഹരീഷ് ചോദിക്കുന്നുണ്ട്, അതിലുണ്ടോ? ഇത് കേട്ടിട്ട് നീതുവിന് ചിരി വരുന്നുണ്ട് കേട്ടോ. സുഭാഷും നികേഷും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പം നികേഷ് പറയുന്നുണ്ട്, ഈ വണ്ടിയുടെ എഞ്ചിൻ എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പോട്ടെടാ, അവൻ വല്ലപ്പോഴല്ലേ ഇങ്ങനെ ചിരിച്ച് കാണാറുള്ളോ, എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ കാണിക്കുന്നത് നിധിയുടെ വീടാണ് കേട്ടോ. നിധിയുടെ അച്ഛനും ചേട്ടനും സുധീഷിനെ ഇന്നലെ വർക്കേഴ്സ് റൂമിൽ കിടത്താൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അവരത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ ചായയും കൊണ്ടുവരുന്നത്. അപ്പം നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവൻ ഇത്രയും നേരമായിട്ടും ആ പള്ളിയുറക്കം കഴിഞ്ഞ് എഴുന്നേക്കാറായില്ലേ? അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛനോട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്ന് സംഭവിച്ചത്. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.